Welcome back to Bosco Campus Vision. This is Ansi, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the second lecture of Introduction to Programming. Topic: Features of C. In the previous lecture, we are discussing the history of C and introduction of C. Today, we are discussing what are the features of C language. C is the widely used language. It provides many features that are given below. First one, it is simple. Second one, it is portable. Third one, it is mid-level language. Fourth one, structured language. Then rich library. Then extensible. Then recursion. Then pointers. Then faster, and the last one is memory management. These are the features of C language. First one, simple. Second one, machine independent or portable. Then mid-level programming language. Then structured programming language. Then rich library. Then memory management. Then fast speed. Then pointers. Then recursion and extensible. First feature is simple. C is a simple language in the sense that it provides a structured approach. The rich set of library functions, data types, etc. C എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിന് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചാണിത് പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കി, ഇനി ഡേറ്റ ടൈപ്സ് എന്താണ്, ലൈബ്രറി ഫങ്ഷൻസ് എന്താണെന്നൊക്കെ ഉള്ളത് അടുത്ത പുറകോട്ട് വരുന്ന ലെക്ചേഴ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ ലാംഗ്വേജ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രക്ചേർഡ് അപ്രോച്ച്, ദ റിച്ച് സെറ്റ് ഓഫ് ലൈബ്രറി ഫങ്ഷൻസ് ആൻഡ് ഡാറ്റ ടൈപ്സ്. Second one is machine independent or portable. Unlike assembly languages, C programs can be executed on different machines with some machine specific changes. Therefore, C is a machine independent language. അതായത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഓർ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഈ സി ലാംഗ്വേജ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രോഗ്രാം ചെയ്താൽ ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മെഷീനിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. So C is a machine independent language or portable language. Then third one, C is a mid-level programming language. Although C is intended to do low-level programming, it is used to develop system applications such as kernel, driver, etc. It also supports the features of a high-level language. That's why it is known as a mid-level language. സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ലോ ലെവൽ പ്രോഗ്രാമിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെയും ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സിയെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ മിഡ് ലെവൽ ലാംഗ്വേജ് എന്ന്. അതുകൊണ്ടാണ് ചില സിസ്റ്റം ആപ്ലിക്കേഷൻസായ കേർണൽ, ഡ്രൈവറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സോ സി ഈസ് എ മിഡ് ലെവൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു do low level programming and also it support the features of a high level language. Next feature is structured programming language. C is a structured programming language in the sense that we can break the program into parts using functions. So it is easy to understand and modify. Functions also provide code reusability. നമ്മൾ പറഞ്ഞു സി എന്ന് പറയുന്നത് ഒരു മിഡ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സി ഈസ് എ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ് ക്യാൻ ബ്രേക്ക് ദ പ്രോഗ്രാം ഇൻ ടു പാർട്സ് യൂസിങ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പ്രോഗ്രാമിനെ പാർട്സായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓരോരോ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം. സോ ഇങ്ങനെ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മോഡിഫൈ. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാനും എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു.
ഫങ്ഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സസിൽ പഠിക്കും. നെക്സ്റ്റ് ഫീച്ചർ ഈസ് റിച്ച് ലൈബ്രറി. C provides a lot of inbuilt functions that make the development faster. അതായത് കുറേ ഇൻബിൽറ്റ് ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതിൻ്റെ അകത്ത്, ഈ C ലാംഗ്വേജിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫാസ്റ്റായിട്ട് നടക്കും. അതുകൊണ്ടാണ് C പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് ഇൻബിൽറ്റ് ഫങ്ഷൻസ്. അതിനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പറയുന്നതാണ് ഫങ്ഷൻസ് എന്നൊക്കെ ഉള്ളത്. നെക്സ്റ്റ് വൺ, മെമ്മറി മാനേജ്മെൻറ്റ്. ഇറ്റ് സപ്പോർട്ട്സ് the feature of dynamic memory allocation. In C language, we can free the allocated memory at any time by calling the free function. അതായത് ഫങ്ഷൻ എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും ഫ്രീ അലോക്കേഷൻ എന്താണെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക. മെമ്മറി മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനെ എന്ത് ചെയ്യുന്നു, C ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Next one is speed. The compilation and execution time of C language is fast since there are lesser inbuilt functions and hence the lesser overhead. അതായത് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് കമ്പൈൽ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഈസി ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ടാണ് കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് നല്ല സ്പീഡാണെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് വൺ ഈസ് പോയിൻ്റർ. C provides the features of pointers. We can directly interact with the memory by using the pointers. We can use pointers for memory, structures, functions, array, etc. അതായത് പോയിൻ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇനി പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്ര ഓർക്കുക. C provides the features of pointers. പോയിൻറ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സ് C പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, പോയിൻറ്റേഴ്സ് ഫോർ മെമ്മറി, സ്ട്രക്ചേഴ്സ്, ഫങ്ഷൻസ്, അറേ എല്ലാം എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Next one is recursion. In C, we can call the function within the function. It provides code reusability for every function. Recursion enables us to the approach of backtracking. C ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയാൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. അതായത് ദ ഫംഗ്ഷൻ വിത്തിൻ ദ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് കോഡ് റീയൂസബിലിറ്റി ഫോർ എവറി ഫംഗ്ഷൻ. റിക്കേർഷൻ enables us to use the approach of backtracking. Next point is extensible. C language is extensible because it can easily adopt new features. So these are the 10 features of C language. First one, simple. Second one, mission independent or portable. Third one, mid-level programming language. Fourth one, structured programming language. Fifth one, rich library. Sixth one, memory management. Seventh one, fast speed. Eighth one, pointers. Ninth one, recursion. And the last one is extensible. These are the 10 features of C language. Today's assignment question is, what are the features of C language?